നിങ്ങൾക്കറിയുന്നത് പോലെ തൃശൂർ പൂരാവേശം കൊട്ടിക്കയറുന്നു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പൂരപ്പറമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ പൂര പ്രേമികൾക്കും നമ്മൾ ആശംസകൾ നേരുന്നു. വളരെ എല്ലാ പൂരത്തിൻ്റെ ഓരോ ദൃശ്യാനുഭവവും പ്രേക്ഷകരെത്തിക്കാൻ അതിവിപുലമായ ഒരുക്കങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമുക്കൊപ്പം തന്നെ തുടരുക. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റും 14 സെക്കൻഡും. നമ്മൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. പൂരപ്പറമ്പിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു. ലോകപ്രശസ്ത മേള വിദഗ്ധൻ പെരുവനം കുട്ടന്മാരാർ നമുക്കൊപ്പം ചേരുന്നു. ഹാഷ്മിയെ അദ്ദേഹം ചങ്ങാതം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ പൂരമില്ലാത്തൊരു കാലത്ത് പെരുവനം കുട്ടന്മാരാറെ നമ്മൾ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊപ്പം ഈ ഫ്ലോറിൽ കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഓർമ്മകളുണ്ട്, പ്രേക്ഷകരെ അത് കാണിച്ചു തരാം. പൂരം എന്ന് പറയുന്ന ഒരു സാധനം നടത്താൻ പറ്റാത്ത കോവിഡ് സാഹചര്യം കത്തി നിന്നപ്പോൾ ഒരു പൂരം നമ്മൾ അഡീഷണൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കി. ആ പൂരം ഇന്നും പല ഇൻ്റർനെറ്റ് സൈറ്റുകളിലും പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ഓർമ്മ പ്രേക്ഷകരുമായിട്ട് പങ്കിടും. അതിൽ മേളപ്രമാണിയായിട്ട് വന്ന പെരുവനം കുട്ടന്മാരാറായിരുന്നു. ഹാഷ്മി, പെരുവനം നല്ല മൂഡിലാണോ? അദ്ദേഹത്തിനൊരു ആശംസകൾ നേർന്നേക്കൂ. എസ് കെ തന്നെ ഇലഞ്ഞിമരച്ചുവട്ടിൽ ഒരു താളപ്രമാണം തീർത്ത ഒരു പ്രമാണി നമുക്കൊപ്പം ഉണ്ട്. എന്നാൽ പാണ്ഡ്യവേളത്തിൽ അനുഗ്രഹീത വാദ്യകലാകാരൻ എസ് കെ പറയുന്നത് പോലെ നമുക്കൊരു പൂരമില്ലാതിരുന്ന കോവിഡ് കാലത്ത് നമുക്ക് വേണ്ടി പൂരം ഒരുക്കിയ ഒരു മഹാപ്രതിഭാശാലി പെരുവനം. ഒരു പൂരം കൂടി വലിയ ചൂടൊക്കെ ഉണ്ട്, പക്ഷേ ഈ ചൂടൊന്നും ബാധിക്കുന്നതിൽ വലിയ ആവശ്യം രാവിലെ മുതൽ തന്നെ. ചൂടൊന്നും മനുഷ്യർക്ക് ഒരു പ്രശ്നമല്ല പൂരത്തിൽ. ഇന്ന് സൂര്യൻ ഉദിച്ചുയരട്ടെ, എത്ര ചൂടുണ്ടെങ്കിലും പൂരത്തിൻ്റെ പൊലിമ കൂടുള്ളൂ. ചൂട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് തട്ടില്ല. പൂരത്തിൻ്റെ മേളം കേൾക്കുമ്പോഴും കാഴ്ച ഭംഗി, അതുപോലെ പഞ്ചവാദ്യം, മേളം, വെടിക്കെട്ട്, ഇതൊക്കെ കേൾക്കാനും ആസ്വദിക്കാനാണ് ജലലക്ഷങ്ങൾ എത്തുന്നത്. ഇന്നിപ്പോൾ നമ്മൾ വേർത്തൊലിച്ചാലും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നേരെ സാധാരണ ദിവസമാണെങ്കിൽ 5 മിനിറ്റ് വെയിലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതേസമയം ഇന്ന് എലിഞ്ഞിത്ര മേളം 12 മണിക്ക് പാർമേക്കാവിൽ നിന്ന് ആരംഭിച്ചാൽ 12:30 മണിക്ക് പാർമേക്കാവിൻ്റെ മുന്നിലെത്തുമ്പോൾ 300 അധികം കലാകാരന്മാർ, അതുപോലെ തന്നെ 15 ആന, അവിടെ മുഴുവൻ ജനലക്ഷങ്ങൾ. ഒരാൾ പോലും കുട നിർത്തി പിടിക്കില്ല. ഭഗവതിക്ക് മാത്രമേ കുടയുള്ളൂ. അപ്പോൾ എല്ലാവരും വെയിൽ കൊണ്ട് ആസ്വദിക്കുന്നത് ആ എലിഞ്ഞിത്ര മേളത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെ നിൽക്കണു? അവിടെ നിൽക്കുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മൾ അതിൽ ലയിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്വർഗഭൂമിയിൽ നിൽക്കണ പോലെ, അല്ലെങ്കിൽ ഒരു ഒന്നും മനസ്സിലാവാതെ എല്ലാം ഏകാഗ്രതയിൽ ഈ പൂരത്തിൽ ലയിച്ച് ചേരുന്ന ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ച് അനുഭവപ്പെട്ടത്. ഒരു കൊല്ലം മാത്രം ഞാനൊന്ന് തൽക്കാലം കുറച്ച് നേരം തലതിരിഞ്ഞ് വീണു. പക്ഷേ ബാക്കി 45 കൊല്ലം എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എസ് കെ പറയുമായിരുന്നു, നമ്മൾ കോവിഡിൻ്റെ ഒരു ഘട്ടകാലത്ത് പൂരം ഇല്ലാതിരുന്ന കാലത്ത് നമുക്കൊരു വെർച്വൽ പൂരം പെരുവനം അവതരിപ്പിച്ച കാര്യം പറയായിരുന്നു. എസ് കെ ഓർമ്മയുണ്ട്? അന്ന് ആ വെർച്വൽ പൂരം എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു അത്ഭുതമായിരുന്നു. കാരണം ഒരു വെർച്വൽ പ്രോഗ്രാമിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് തൃശ്ശൂർ പൂരം വെർച്വലായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ തെച്ചിക്കോട്ടുകാവിലും പെരുവനം കുട്ടന്മാരാർ പെരുവനത്തും നിന്ന് തൃശ്ശൂർ പൂരം, ഒരു മിനി തൃശ്ശൂർ പൂരം അവതരിപ്പിച്ചത് ഒരു ചരിത്ര സംഭവമാണ്. അത് ലോകം മുഴുവൻ കണ്ട് ഈ പൂരത്തിൻ്റെ ഒരു മിനി പതിപ്പെങ്കിലും നമുക്ക് അന്ന് വെർച്വലായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു പാഠം കൂടി ഞാൻ പഠിച്ചു. വെർച്വലായിട്ട് വേണമെങ്കിൽ 300ഓളം കലാകാരന്മാരെ പല സ്ഥലങ്ങളിൽ നിർത്തി വേണമെങ്കിൽ നമുക്ക് മേളം കമ്പോസ് ചെയ്യാൻ പറ്റുമെന്നും, അതുപോലെ ഇതുപോലെ പരിപാടികൾ നടത്താമെന്നും ഒരു പാഠം കൂടി അന്നത്തെ അനുഭവം. പാഠം എന്നാണ് പറയുക. ഓരോ അനുഭവം, കോവിഡ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അക്കൂട്ടത്തിൽ ഒന്നാണ് വെർച്വൽ പൂരം. എലിഞ്ഞിത്തറയിൽ കാൽ നൂറ്റാണ്ട് 24 വർഷമാണ്. ഒരു മിസ്സിങ് ഫീൽ ഉണ്ടോ? ശരിക്കും ചോദിച്ചാൽ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണെങ്കിൽ എൻ്റെ പൂർവ്വസൂരികൾ ആരും 20-ൽ കൂടുതൽ വർഷം അവിടെ പ്രമാണം വഹിച്ചിട്ടില്ല. ഞാൻ 24 വർഷം പ്രമാണിയായും 22 വർഷം കലാകാരനുമായും 46 കൊല്ലം കുട്ടി. ഇനി വരുന്ന തലമുറയ്ക്കും അവസരങ്ങൾ ഉണ്ടാവണം. പിന്നെ എൻ്റെയൊക്കെ മനസ്സിലുള്ളത് എന്താ വെച്ചാൽ, പൂര ദിവസം നമുക്ക് പൂരത്തിൻ്റെ ഒരു ഭാഗമായി എലിഞ്ഞിത്തറ മേളം ഭംഗിയായി നടക്കണം, കാണാം, കേൾക്കണം. അതുപോലെ മഠത്തിൽ ഒരു പഞ്ചായത്ത് ഭംഗിയായി നടക്കണം, കേൾക്കണം. തൃശ്ശൂർ പൂരം ഭംഗിയാവണം, അത് മാത്രമേ ഉള്ളൂ. അതിൽ ഒരു മിസ്സിംഗ് ഇല്ല. തൃശ്ശൂർ പൂരത്തെന്നാൽ മാത്രമാണ് മനുഷ്യ മനസ്സുകൾ ഒന്നാവുന്ന ദിവസം. അതിന്റെ ഒരു ഭാഗമാണ് ഞാനും. അപ്പൊ മിസ്സിംഗ് ഇല്ല. പൂരാശംസകൾ പെരുവനം, പൂരാശംസ. അപ്പൊ എസ് കെ അത് തന്നെയാണ്. ഇവിടെ മനുഷ്യ മനസ്സുകൾ ഒന്നാവുകയാണ്. ഇവിടെ വെറും ആൾക്കൂട്ടമോ ഒന്നുമല്ല, ആൾക്കൂട്ടം ആനകളോ മാത്രമല്ല. ഇത് മനുഷ്യ സ്നേഹത്തിന്റെ മാനവികതര പൂരമാണ് അല്ലേ? തീർച്ചയായിട്ടും മാനവികതര പൂരം. ഇത് മനുഷ്യരാ. ഇവിടെ നമ്മുടെ മാഷുണ്ടല്ലോ, എസ് കെ ഉണ്ടല്ലോ. നിൽക്കാം.
SK മിനിസ്റ്റർ ചോദിച്ചു, അന്വേഷിച്ചു. അപ്പോൾ നമസ്കാരം, ഒരു പൂരാശംസ. നമസ്കാരം, ഒരുപാട് നാൾ നമസ്കാരം, നടന്ന രാജൻ. ഒരു പൂര മൈതാനമാണത്. ഞങ്ങളുടെയൊക്കെ അധ്യാപകനായിരുന്നു. ഈ പൂരം യഥാർത്ഥത്തിൽ കാശ്മീർ പറഞ്ഞതുപോലെ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി, റിയൽ കേരള സ്റ്റോറി. റിയൽ കേരള സ്റ്റോറി ഈ പൂരാണ്. ഇതൊന്ന് വന്ന് കണ്ടാലറിയാം. ഇതിൻ്റെ ഓരോ തുമ്പിലും തുരുമ്പിലും ഒക്കെ പണിയെടുക്കുന്നവർ മുതൽ ഇതിൻ്റെ ആസ്വാദകർ വരെ എല്ലാ മതസ്ഥർ, ജാതി മത രാഷ്ട്രീയ വർണ്ണ വർഗ ലിംഗവ്യത്യാസമില്ലാതെ ലോകം ഇങ്ങോട്ട് വരികയാണ്. അവിടെ ഭാഷ പ്രശ്നമല്ല, അവിടെ വസ്ത്രധാരണം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, രാഷ്ട്രീയം പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ തൃശ്ശൂരിലേക്ക് ലോകം ഈ വർണ്ണവിസ്മയങ്ങളെ കാണാൻ വരുമ്പോൾ തൃശ്ശൂർ ആസ്വാദനത്തിൻ്റെ മാത്രമല്ല ആതിഥേയത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സാധാരണ തൃശ്ശൂർക്കാർ പിറ്റേന്നുള്ള പൂരത്തിന് നിർബന്ധമായിട്ടും വന്ന് നിൽക്കാൻ പാടൂ, അതുവരെ ആതിഥേയരാകണം, എല്ലാവർക്കും തുറന്നിട്ട് കൊടുക്കണമെന്നാണ് കണക്ക്. എന്നാലും തൃശ്ശൂർക്കാർ ഒരുപാട് ധാരാളമായിട്ടുണ്ടാകും. നാളെ തൃശ്ശൂർക്കാരുടെ മാത്രം പൂരമാകും. അപ്പോൾ ഇന്ന് നടക്കുന്ന ചടങ്ങുകൾ ഒരു ഭംഗിയും കുറവ് വരാതെ ആരംഭിച്ചു. കണിമംഗല ശാസ്താവിൻ്റെ ആദ്യ വരവോടുകൂടി 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരോത്സവത്തിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിഗംഭീരമായിട്ട് ഇനി അത് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് ഉണ്ടാകുന്നത്. എന്തായാലും 24 ലോകത്തിൻ്റെ മുമ്പിൽ ഈ അപൂർവമായിട്ടുള്ള കേരള സ്റ്റോറി അതിൻ്റെ വൈവിധ്യങ്ങളും നിറങ്ങളും വർണ്ണങ്ങളും ഒന്നും വിടാതെ അവതരിപ്പിക്കുന്നതിൽ വളരെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം ഉണ്ടാകും മറ്റു കാര്യങ്ങളിലേതുപോലെ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് കാണാം. ഇനി 30 മണിക്കൂർ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ മനസ്സൊക്കെ ഇവിടെയാണ്. ആൾ കൂടുതലുണ്ട് തവണ പൂരത്തിന്. കാരണം പലരെയും കാണുമ്പോൾ ഒരാഴ്ച ലീവ് എടുത്ത് വന്നാൽ 2 പൂരത്തിൽ ഒരുമിച്ച് പങ്കെടുക്കാം എന്നുള്ളതാണ്. ഒന്ന് 26-ാം തീയതി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂരത്തിലും പിന്നെ ഇപ്പോൾ നടക്കുന്ന ഇന്ന് ഈ പൂരം തുടങ്ങുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. അതുകൊണ്ട് നല്ല ജനായത്ത പൂരം അവിടെയും മോശമല്ലാത്ത പൂരം ഇവിടെയും അങ്ങനെ അതിഗംഭീരമായിട്ട്. അപ്പൊ SK അതാണ് ഇവിടെ പൂരത്തിന്റെ മറ്റൊരു മുഖമായ ശ്രീ നന്ദകിഷോർ ചലച്ചിത്രതാരം കൂടി ചേർന്നുണ്ട്. അല്ലെ, പൂരം പൊളിക്കാണ് പൂരം പൊളിക്കാണ്. കാരണം പൂരത്തിന് ആദ്യം സംഭവിക്കുന്നത് തൃശ്ശൂർ നഗരത്തിന്റെ പേര് മാറുന്നതാണ്. അത് ഹസ്തിനപുരമാവും. ഹസ്തി എന്ന് പറഞ്ഞ ആന. അപ്പൊ ആനകളെ കൊണ്ട് നിറഞ്ഞ പുരം ഹസ്തിപുരം, ഹസ്തിനപുരം. അത് എവിടെ നോക്കിയാലും ആന 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 എവിടെ നോക്കിയാലും, അതായത് കോപ്പണിയാത്ത ആന, കോപ്പണിഞ്ഞ ആന. അങ്ങനെ 2 തരത്തിൽ. ആന ചത്താലും ജീവിച്ചാലും ബന്ധിരായെന്ന് പറഞ്ഞ പോലെ ആന കോപ്പണിഞ്ഞാലും അടിഞ്ചലിയിലും കാണാൻ സൗന്ദര്യമാണ്. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ കരിക്കുലം, കരി എന്ന് പറഞ്ഞ ആന, കരിയുടെ കുലം വംശം, കരിക്കുലമായി തൃശ്ശൂർ മാറുന്നതാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ആദ്യത്തെ പ്രത്യേകത. പിന്നെ പൂരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ മന്ത്രി പറഞ്ഞു സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിന്. പൂരത്തിന് ആനാർത്ഥികളാണ്. അതായത് ആനയെ അർത്ഥിക്കുക. അതായത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വേണോ, എറണാകുളം ശിവകുമാർ വേണോ, ഗുരുവായൂർ നന്ദം വേണോ, പാമ്പാടി രാജൻ വേണോ, ഇങ്ങനെ ആനകളെ അർത്ഥിച്ചുകൊണ്ട് ദേവസ്വംകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ആനാർത്ഥനയുടെ കൂടി ആനാർത്ഥികളുടെ ഒരു ഇതുകൂടിയാണ് എന്ത് തൃശ്ശൂർ പൂരം. പിന്നെ പൂരത്തിനെ സംബന്ധിച്ച് ഇത് ശരിക്കും റിയൽ കൾച്ചറൽ സ്റ്റോറിയാണ്. ഇത് സാംസ്കാരികമായ ഒരു കഥയാണ്. ഈ പൂരത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ പൂരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്നാണ്. ഊഴിയിലെ ഏറ്റവും ബൃഹത്തായ കാഴ്ചയാണ് തൃശ്ശൂർ പൂരം. ഈ കാഴ്ച കാണാൻ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും മതവരമ്പ് ലംഘിച്ചുകൊണ്ട് ആളുകൾ മുഴുവൻ വരികയാണ്. അപ്പോൾ ഈ ആനയെ അലങ്കരിച്ച് നിർത്തി മേളം കൊട്ടുമ്പോൾ ഇതിനെ ദേശത്തെ മുഴുവൻ അതിവർത്തിക്കുന്ന ഒരു സൗന്ദര്യ സാമ്രാജ്യവൽക്കരണം. മറ്റേ സാമ്രാജ്യത്വം തെറ്റ ശരി അവിടെ നിൽക്കട്ടെ. ഈ സൗന്ദര്യത്തിന്റെ ഒരു ആഗോളവൽക്കരണം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ പൂരം. സൗന്ദര്യമാണ് എന്ത് വാസ്തവത്തില് സൗന്ദര്യ സാമ്രാജ്യത്തിൽ പൂരം എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. പൂരത്തല്ലേ എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അടിയെടുക്കുക. പൂരത്തെറി എന്ന് പറഞ്ഞാൽ അത് ധാരാളമുണ്ട്, ഒരു റെസ്ട്രിക്ഷൻ അടുത്ത് തെറി വിളിക്കുക. അപ്പോൾ ഈ പൂരം എന്ന് പറഞ്ഞാൽ അതിന് റെസ്ട്രിക്ഷൻ ഇല്ല. ആളുകൾക്ക് ഫ്രീ ആയിട്ട് മേളം കേൾക്കേണ്ടവർക്ക് മേളം കേൾക്കാം, ആനയെ കണ്ടവർക്ക് ആനയെ കാണാം, ചമയം കണ്ടവർക്ക് ചമയം കാണാം, എക്സിബിഷൻ കണ്ടവർക്ക് എക്സിബിഷൻ കാണാം. അങ്ങനെ എന്തും ആസ്വദിക്കാൻ വേണ്ട വിഭവങ്ങൾ വിളമ്പി വെച്ചിട്ടുള്ള വളരെ ഒരു ഗംഭീരമാണ്. അപ്പൊ SK അങ്ങനെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.